Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do again something good in your life. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവ് എന്തോ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ So വിശ്വസിക്കുന്നു. get ready to receive. ഇത് പ്രാപിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ തയ്യാറാവുക. Tell others about this program. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് മറ്റുള്ളവരോട് If you are not പങ്കുവയ്ക്കുക. selfish, just forward the link of this video to others. നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥരല്ലെങ്കിൽ ഈ വീഡിയോന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുക. And we can pray for today's sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ ന്യൂ ജേഴ്സിയിൽ നിന്ന് നീതു രഞ്ജിത്ത് ആൻഡ് നിത്യ രഞ്ജിത്ത്. Thank you so much, Neetu and Nitya. ഇവര് നീതുവിൻ്റെയും അതുപോലെ തന്നെ സുബിൻ്റെയും ഹസ്ബൻഡ് സുബിൻ്റെയും 4ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. Oh, happy anniversary. അപ്പോൾ തന്നെ ജൂൺ 13 നീതുവിൻ്റെയും നിത്യയുടെയും ജന്മദിനം കൂടിയാണ്. Wow, happy birthday also. They are twins, I think. നല്ല ആരോഗ്യത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകുവാനും വേണ്ടി ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാതാപിതാക്കളുടെ നല്ല ആരോഗ്യവും രോഗസൗഖ്യവും അവർക്ക് ഉണ്ടാകട്ടെ, ദൈവിക സംരക്ഷണം മാതാപിതാക്കൾക്ക് ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നപ്പ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much, Neetu and Nitya. നീതുവിനും അതുപോലെ നിത്യയ്ക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. And you can also sponsor like this, ഇതുപോലെ നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാൻ സാധിക്കും. and so that millions of people around the globe will be blessed. അങ്ങനെയെങ്കിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ അത് നിമിത്തമായി അനുഗ്രഹം. Let us worship the Lord. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ജയാളിയായി നമ്മളോട് കൂടെ ഇരിക്കുന്ന കർത്താവ്, നമ്മളെ വഴി നടത്തുന്ന കർത്താവ്, രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി, പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി, പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ,
പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. All right, last few days we were contemplating on the greatness of Jesus over many of the heroes and leaders, preachers and prophets and kings. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ യേശു ക്രിസ്തു ലീഡേഴ്സിനേക്കാളും പ്രോഫറ്റ്സിനേക്കാളും വലിയ നേതാക്കന്മാരെക്കാൾ ഒക്കെ വലിയവനാണ്, ശ്രേഷ്ഠനാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. And I believe you are enjoying this series. ഈ ഒരു സന്ദേശ പരമ്പര നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് ഞാൻ The വിശ്വസിക്കുന്നു. more you study about the personality of Jesus in different aspects, you will have a great image of the Lord Jesus built up in your heart. ഓർക്കുക, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പല വശങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അവനെക്കുറിച്ചുള്ള ശരിയായ ഒരു ചിത്രമാണ് രൂപപ്പെട്ടു വരുന്നത്. And today I'm going to talk about Jesus the revolutionary. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന യേശു എന്ന വിപ്ലവകാരിയെക്കുറിച്ചാണ്. What do you mean by a revolution? എന്താണ് ഒരു വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? There have been many revolutions happened in this world. ഈ ലോകത്തിൽ ഒത്തിരി വിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. What do you mean by a revolution? എന്താണ് ഒരു വിപ്ലവം? A revolution is a sudden, radical and complete change. വിപ്ലവം എന്നുള്ളത് പെട്ടെന്ന് അല്ലെങ്കിൽ പൊടുന്നിനെ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ്. And sometimes revolution also intends to forcibly overthrow of one ruler or government and to substitute another system. സാധാരണ പലപ്പോഴും വിപ്ലവങ്ങൾക്ക് ഭരണത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ താഴെ ഇറക്കി പകരക്കാരായ ഒരു വ്യക്തിയെ ആ സ്ഥാനത്തെ കൊണ്ടുവരുവാനൊക്കെ സാധിക്കാറുണ്ട്. You have heard about French Revolution. നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് കേട്ട് കാണും. You have heard about October Revolution. അതുപോലെ ഒക്ടോബർ വിപ്ലവത്തെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. You have heard about the Great American Revolution. അതുപോലെ തന്നെ മഹത്തായ അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. So if a revolution should take place, there should be a revolutionary. ഒരു വിപ്ലവം സംഭവിക്കണമെങ്കിൽ ഒരു വിപ്ലവകാരി അതിന്റെ പിന്നിലുണ്ടാകണം. Who is a revolutionary? ആരാണ് ഈ ഒരു വിപ്ലവകാരി എന്നുള്ളത്? One who brings about a rapid and radical change. ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് വിപ്ലവകാരി എന്നുള്ളത്. For example, Karl Marx and Lenin, all these people were revolutionaries. ഉദാഹരണമായിട്ട് കാൾ മാർക്സ്, ലെനിൻ തുടങ്ങിയ ആളുകളൊക്കെ വിപ്ലവകാരികളാണ്. But do you know the fact that the greatest revolutionary in the history of mankind is the Lord Jesus? എന്നാൽ ഈ മനുഷ്യരാശിയിൽ വന്നിട്ടുള്ള ഏറ്റവും ശക്തനായ വിപ്ലവകാരി ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. He was coming from an anonymous place, insignificant place called Nazareth. അവൻ ഒരിക്കലും അറിയപ്പെടാത്ത അല്ലെങ്കിൽ പരിമിതികളുള്ള നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവൻ പുറത്തു വന്നിട്ടുള്ളത്. He has the credit to be the greatest and ultimate revolutionary because he brought in the greatest change in the entire world. ഈ ലോകത്ത് മുഴുവൻ ശക്തമായ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ വരുത്തിയ നിമിത്തമായിട്ട് ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും ആദ്യത്തേതും അവസാനത്തേതും എന്ന് പറയാവുന്ന വിധത്തിൽ ശക്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി യേശു ക്രിസ്തു തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. First, he brings change to a person's heart. ആദ്യം ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് വരുത്തുന്ന മാറ്റമാണ് അവൻ കൊണ്ടുവരുന്നത്. And Jesus Christ, till date, he holds the greatest record of changing the largest number of human hearts. ഏറ്റവും അധികം ആളുകളുടെ ഹൃദയത്തിന് മാറ്റം വരുത്തിയിട്ടുള്ള റെക്കോർഡ് യേശുവിനുള്ളതാണ്. He changed individuals. അവൻ വ്യക്തി
വ്യക്തികളെ മാറ്റുന്നു. He changed families. അവൻ കുടുംബങ്ങളെ മാറ്റുന്നു. He changed people groups. മനുഷ്യ കൂട്ടങ്ങളെ അവൻ മാറ്റുന്നു. He changed communities. അവൻ സമൂഹത്തെ മാറ്റുന്നു. He changed world nations. അവൻ ലോക രാജ്യങ്ങളെ മാറ്റി. So he changed everything after his coming. തന്റെ വരവോടുകൂടെ സകലത്തിനും അവൻ മാറ്റം വരുത്തി. He is the greatest agent of change. അവനാണ് മാറ്റത്തിന്റെ ഏറ്റവും വലിയ വക്താവ് എന്നുള്ളത്. When he came to this world 2000 years ago, the first message he ever preached was to repent. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ ആദ്യത്തെ സന്ദേശം എന്നുള്ളത് മാനസാന്തരം എന്നുള്ളതായിരുന്നു. And repent because the kingdom of God is at hand or near. മനസ്സാന്തരപ്പെടുവാൻ ആവശ്യപ്പെട്ടിരിക്കാൻ കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. So repentance means to turn around and go in the right direction. മനസ്സാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് ശരിയായ ദിശയിലേക്ക് പോവുക It's like എന്നുള്ളതാണ്. taking a U-turn. അത് ഒരു U-turn എടുക്കുന്നത് So പോലെയാണ്. millions of people are walking away from God in the opposite direction, and when Jesus preached, they took a U-turn and started walking back to God. ദശലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തിന് വിപരീത ദിശയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ യേശു ക്രിസ്തു താൻ കൊടുത്ത മാറ്റത്താൽ അവർ തിരിഞ്ഞ് യേശുവിലേക്ക് അല്ലെങ്കിൽ ശരിയായ പാതയിലേക്ക് അവർ മടങ്ങി വരുന്നു. So Jesus started changing people inside out. അതുകൊണ്ട് യേശു അകത്ത് നിന്ന് പുറത്തേക്കുള്ള ഒരു വലിയ മാറ്റമാണ് യേശു And നടത്തുന്നത്. he made the greatest impact on earth. അത് മാത്രമല്ല ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയതും His അവനിലൂടെയാണ്. teachings, his preachings, his messages, his life influenced constitutions and governments. ഓർക്കുക, അവന്റെ പഠിപ്പിക്കലുകൾ, അവന്റെ സന്ദേശങ്ങൾ, അവന്റെ ജീവിതം അത് ഭരണഘടനകൾക്കും അതുപോലെ നിയമങ്ങൾക്കും ഒക്കെയും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. Now my question is this: എന്റെ ചോദ്യം ഇതാണ്, if Jesus could do a lot of revolutionary activities everywhere throughout the history in the entire world, can't he not change your little life? ഓർക്കുക, യേശു ക്രിസ്തുവിന് ഈ ലോകം ആകമാനം വലിയ മാറ്റങ്ങൾ ഉളവാക്കാൻ സാധിക്കുന്ന വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈ കൊച്ചു പ്രശ്നത്തെ മാറ്റുവാൻ അവന് കഴിയുകയില്ലയോ? Remember, Jesus is a great spiritual revolutionary. ഓർക്കുക, യേശു കർത്താവ് ആത്മീകമായിട്ടുള്ള ശക്തനായ ഒരു വിപ്ലവകാരിയായിരുന്നു. He did not come to conquer one kingdom, ഏതെങ്കിലും ഒരു രാജ്യത്തെ പിടിച്ചടക്കാൻ വേണ്ടി അവൻ വന്നില്ല. but he conquered the hearts of human beings. പകരം മനുഷ്യ ഹൃദയങ്ങളെയാണ് അവൻ കീഴടക്കിയത്. He fought a spiritual warfare. അവൻ ഒരു ആത്മിക യുദ്ധമാണ് അവൻ നടത്തിയത്. His kingdom, according to his declaration, is not of this world, but it belonged to another world, a spiritual world, the heavenly world. അദ്ദേഹത്തിന്റെ പ്രസ്താവന അനുസരിച്ചിട്ട് അവൻ ഈ ഭൂമിയിലുള്ള യാതൊന്നിനെയും ഈ ഭൗതിക ലോകത്തെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആത്മിക ലോകത്തിന്റെ അധിപനായിരിക്കുവാനായിട്ടാണ് അവൻ കടന്നു വന്നത്. If he wanted to capture kingdoms, he could easily overthrow the throne of Herod or the throne of Pontius Pilate, because if he asked 12 legions of angels, the Father would have released for his sake. ഓർക്കുക, യേശു കർത്താവിന് ഈ ഭൂമിയിലെ അധികാരമോ രാജ്യത്വമോ കവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പന്തിയോസ് പീലാത്തോസിന്റെയോ അല്ലെങ്കിൽ ഹേരോദാവിന്റെയോ രാജ്യത്വത്തെ മറികടക്കുന്ന വിധത്തിൽ തന്നെ സഹായിക്കാൻ 12 ലെഗ്യോണോളം വരുന്ന ദൂതന്മാരെ അവിടേക്ക് അയച്ച പിതാവിന് തന്നെ സഹായിക്കാൻ സാധിക്കുമായിരുന്നു. But that was not Jesus' purpose. എന്നാൽ അതായിരുന്നില്ല യേശുവിന്റെ ഉദ്ദേശ ലക്ഷ്യം He എന്നുള്ളത്. came to revolutionize people. പകരം ജനങ്ങളെ വിപ്ലവാത്മകമായി മാറ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവന്റെ He ലക്ഷ്യം. changed the hearts of people. ജനങ്ങളുടെ ഹൃദയങ്ങളെ അവൻ മാറ്റി. And he connected people to God. അവൻ ജനങ്ങളെ ദൈവത്തോട് ചേർത്തടിപ്പിച്ചു. He gave them salvation, eternal life. അവൻ അവർക്ക് രക്ഷയും നിത്യ ജീവനും പ്രദാനം ചെയ്തു. He was unlike any other. He was not like any other revolutionary. അവൻ മറ്റൊരു വിപ്ലവകാരിയെ പോലെ ഒന്നുമല്ലായിരുന്നു. Jesus walked in an area where nobody else ventured to move.
ഓർക്കുക, മറ്റൊരാൾക്കും മുന്നോട്ട് പോകുവാൻ ചലിക്കുവാൻ സാധിക്കാത്ത ഒരു മേഖലയിലാണ് യേശു തൻ്റെ പ്രവർത്തികൾ, തൻ്റെ പ്രവർത്തന പദമായി എടുത്തത്. Galatians chapter 4, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 and 5. അതിന്റെ 4-5 വചനങ്ങൾ. But when the set time had fully come, God sent his son, born of a woman, born under the law, to redeem those under the law, that he might receive adoption to sonship. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. Now, every revolutionary used some weapons. എല്ലാ വിപ്ലവകാരികളും ചില ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. But Jesus never used any sword or dagger or any shield or any other armory. എന്നാൽ യേശു ക്രിസ്തു ഒരിക്കലും ഏതെങ്കിലും കുന്തമോ പരിചയോ വാളോ അങ്ങനെയുള്ള യാതൊരു ഉപകരണങ്ങളും അല്ലെങ്കിൽ ആയുധങ്ങളും അവൻ ഉപയോഗിച്ചിട്ടില്ല. Many religious leaders even had a collection of a lot of weapons. ഒത്തിരി മത നേതാക്കന്മാർക്കും ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ ഒരു വലിയൊരു ശേഖരമുണ്ട്. But Jesus never used any weapon. എന്നാൽ യേശു കർത്താവ് ഒരിക്കലും ഒരു ആയുധവും അവൻ ഉപയോഗിച്ചിട്ടില്ല. He did not wage war in the flesh or according to the world. ഈ ലോകത്തിന്റെ നിയമം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ജഡപ്രകാരമോ ഉള്ള യുദ്ധമല്ല യേശു നിവർത്തിച്ച യുദ്ധം. His weapons are purely spiritual. അവന്റെ ആയുധങ്ങൾ എല്ലാം പരിപൂർണമായും ആത്മീകമായിരുന്നു. And his most powerful weapon was his unique unlimited love. എന്നാൽ അവന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം എന്നുള്ളത് നിസ്തുല്യമായ പരിധികളില്ലാത്ത അപ്രമേയമായ അവന്റെ സ്നേഹമായിരുന്നു. In other words, he was leading a love revolution. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു വിപ്ലവമാണ് യേശു നടത്തിയത്. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. And his revolutionary mission was accomplished by the limitless love that God has for us, which he displayed on the cross of Calvary. അവന്റെ സ്നേഹം കാൽവരി ക്രൂശിൽ അവന്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിപ്ലവാത്മകമായ ഒരു യുദ്ധമാണ് അവൻ നടത്തിയത്. Can I tell you something? ഞാൻ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയട്ടെ. In Jesus' life, or through Jesus' life, he proved that the most powerful force in this world is love. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് സ്നേഹമാണ് എന്നുള്ളത് അവൻ തെളിയിച്ചു. Because without weapons, in a non-violent movement, with using the weapon of love, he revolutionized the world. ഏറ്റവും ശക്തമായ വിധത്തിൽ അക്രമരാഹിത്യത്തിനു വേണ്ടിയിട്ട് ഈ ലോകത്തിൽ താൻ ഉപയോഗിച്ചത് സ്നേഹം എന്നുള്ള കാര്യമായിരുന്നു. Jesus is the embodiment of love. ഓർക്കുക, യേശു സ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ്. Not only love, but compassion and forgiveness and righteousness. ആ സ്നേഹം മാത്രമല്ല, മനസ്സലിവും അതുപോലെ തന്നെ നീതിയും എല്ലാം ആർദ്രതയും എല്ലാം നമുക്ക് യേശുവിലാണ് കാണാൻ And സാധിക്കും. he commanded his followers also to use the same weapons. അത് മാത്രമല്ല, തന്റെ ശിഷ്യന്മാരോടും തന്റെ പിൻഗാമികളോടും ഇതേ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ താൻ ആവശ്യപ്പെടുന്നു. 2 Corinthians chapter 10, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം verses 4 and 5. അതിന് 4-5 വചനങ്ങൾ. The weapons we fight with are not the weapons of the world. On the contrary, they have divine power to demolish strongholds. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. We demolish arguments and every pretension that sets itself up against the knowledge of God, and we take captive every thought to make it obedient to Christ. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. Hallelujah. Hallelujah. So here another set of weapons are mentioned. ഇവിടെ മറ്റൊരു വിഭാഗം ആയുധങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. Never think that Christ or the followers of Christ have no weapon. ഒരിക്കലും യേശുവിന്റെ പിൻഗാമികളുടെ കയ്യിൽ യാതൊരു ആയുധവും ഇല്ല എന്ന് കരുതരുത്. But more powerful weapons they carry. എന്നാൽ ഏറ്റവും
ശക്തമേറിയ ആയുധങ്ങളാണ് അവർ വഹിക്കുന്നത്. And they are not according to the warfare of this world. അവർ ഒരിക്കലും ഈ ലോകത്തിന്റെ യുദ്ധം അനുസരിച്ചിട്ടല്ല അവർ യുദ്ധം ചെയ്യുന്നത്. The worldly weapons can destroy worldly strongholds. ഓർക്കുക, ലോകത്തിന്റെ ആയുധങ്ങൾ ലോകത്തിലെ ശക്തി കേന്ദ്രങ്ങളെയാണ് തകർക്കുന്നത്. But the spiritual weapons can demolish spiritual strongholds. എന്നാൽ ആത്മീക ആയുധങ്ങൾക്കാകട്ടെ ആത്മീയ ശക്തി കേന്ദ്രങ്ങളെ നശിപ്പിക്കുവാൻ സാധിക്കും. Spiritual strongholds are built up in the minds of people. ഓർക്കുക, ആത്മീയ ശക്തി കേന്ദ്രങ്ങൾ എന്നുള്ളത് മനുഷ്യരാൽ അവരുടെ മനസ്സുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. So using the spiritual weapons, we can demolish arguments and every pretension that is coming against the knowledge of God. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആത്മീക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സങ്കല്പങ്ങളും ദൈവപരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാറ്റിനെയും ഇടിച്ചു കളയുവാൻ അവ പ്രാപ്തയാക്കുന്നു. Which is more powerful? ഇത് ഏതാണ് കൂടുതൽ ശക്തിമത്തായത്? With a missile, with a nuclear bomb, with a sword, with a spear, nobody can demolish spiritual strongholds. ഓർക്കുക, ഒരു മിസൈൽ കൊണ്ടോ ഒരു കുന്തം കൊണ്ടോ ഒരു വാള് കൊണ്ടോ ഒരു തോക്ക് കൊണ്ടോ ആരുടെയും മനസ്സിനകത്തുള്ള ശക്തി കേന്ദ്രങ്ങളെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. Hallelujah. Hallelujah. But you and I, we are endowed with power and also weapons to fight against spiritual strongholds and attacks. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇത്തരത്തിൽ ആത്മീകമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളെ തകർക്കുവാൻ ആവശ്യമായ ആയുധങ്ങൾ നമ്മുടെ കയ്യിലാണുള്ളത്. Shout hallelujah. ചേർന്നുറക്കൊരു ഹല്ലേലൂയ So when the പറഞ്ഞാലും. enemy is coming against you, you have the armory, the weapons given by the Lord Jesus. അതുകൊണ്ട് ശത്രു നിങ്ങൾക്കെതിരെ വരുമ്പോൾ ചിന്തിക്കുക, യേശു ക്രിസ്തുവിനാൽ നൽകപ്പെട്ട ആയുധവർഗ്ഗങ്ങൾ നിങ്ങളുടെ കയ്യിലുമുണ്ട്. I'm not getting into that, but the reference I'll give you, Ephesians chapter 6. If you can go, I think from verse 14 onwards, if you read, the whole set of armor of God is mentioned there. അതിന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 14 മുതലുള്ള വചനഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സർവായുധ വർഗത്തിന്റെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. Some of the items are truth, faith, hope, like that. ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് സത്യം, വിശ്വാസം, പ്രത്യാശ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ആയുധ ശേഖരത്തിലുള്ളത്. And the gospel, the word of God. അതുപോലെ തന്നെ സുവിശേഷവും ദൈവത്തിന്റെ വചനവും ഒക്കെ. And it ends up with prayer. അത് മാത്രമല്ല, അത് പ്രാർത്ഥനയിൽ വന്ന് അവസാനിക്കുകയാണ്. These are more powerful than the worldly weapons. ഇതെല്ലാം തന്നെ ലോകത്തിലെ ആയുധങ്ങളെക്കാൾ ശക്തിമത്തായവയാണ്. And always remember, Jesus is undefeatable. അത് മാത്രമല്ല, എല്ലായ്പ്പോഴും ഓർക്ക് ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്നുള്ളത്. When Jesus was alive, so many people, including the king, wanted to defeat him, to kill him, to destroy him. യേശു കർത്താവിന്റെ ജീവിതത്തിൽ ധാരാളം ആളുകൾ, രാജാവ് ഉൾപ്പെടെയുള്ള ഒത്തിരി പേർ തന്നെ കൊന്നുകളയുവാനായിട്ട് ആഗ്രഹിച്ചു. Remember, he is the lion of the tribe of Judah. ഓർക്കുക, യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് അവൻ. He is not a circus lion. അവനൊരു സർക്കസിലെ സിംഹമല്ല. He is not a tamed lion. അല്ലെങ്കിൽ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സിംഹമല്ല അവൻ. He is a victorious lion. പകരം അവൻ ജയാളിയായിട്ടുള്ള ഒരു സിംഹമാണ്. Nobody can defeat him. ആർക്കും തന്നെ അവനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. Because he is the king of kings. കാരണം അവൻ രാജാതിരാജാവാണ്. He is the Lord of lords. അവൻ കർത്താവാണ്. He is above all dominions. എല്ലാ വാഴ്ചകൾക്കും അവൻ അധികാരമുള്ളവനാണ്. And he is above all principalities and powers and rulers and governments. അത് മാത്രമല്ല, എല്ലാ ശക്തികൾക്കും എല്ലാ അധികാരങ്ങൾക്കും എല്ലാ ഗവൺമെന്റിനും മുകളിലാണ് അവന്റെ അധികാരം എന്നുള്ളത്. Shout hallelujah. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും He cannot be defeated by anyone. ആരാലും അവൻ പരാജയപ്പെടുന്നില്ല. Hallelujah. ഹല്ലേലൂയ. Shall we pray right now? ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. I request you to stretch forth your hands. ഈ സമയത്ത് നിങ്ങളുടെ കൈകളൊന്ന് നീട്ടിപ്പിടിച്ചാലും. Father, in the name of Jesus, I bless your people. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു. Touch them, Lord, right now. കർത്താവേ, അങ്ങ് അവരെ തൊട്ട് സൗഖ്യമാക്കിയതിനായി നന്ദി. Somebody with epilepsy, the Lord is healing now. അപസ്മാരത്തിന്റെ എപ്പിലെപ്സിയുടെ അസുഖമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. Another person with spondylosis,
neck pain and shoulder pain, the Lord is healing. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ ആയിട്ട് നിൽക്കുന്ന വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. Lots of brain related problems, the Lord is healing. അതുപോലെ തന്നെ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള ചില അസുഖങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. Knee problem, knee joint problems, the Lord is healing. അതുപോലെ തന്നെ കാൽമുട്ടിലകത്തുള്ള ചില പ്രശ്നങ്ങൾ, ഒരുമിച്ച് ചേർന്ന് വരാത്ത ചില പ്രശ്നങ്ങൾ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. Every other joint pain, the Lord is healing. എല്ലാ തരത്തിലുള്ള ജോയിന്റ് വേദനകളും സന്ധികളിലുള്ള വേദനകളും ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. And something like arthritis, the Lord is healing now. ഇപ്പോൾ ആർത്രൈറ്റിസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. And in Jesus' name, all heart related problems are getting healed. അത് മാത്രമല്ല യേശുവിന്റെ നാമത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. Liver related problems, the Lord is healing. അതുപോലെ തന്നെ കരൾ സംബന്ധമായ ആ പ്രശ്നങ്ങളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. And I'm not calling out all your conditions, but you can stretch forth your hands and by faith you can receive healing from the Lord Jesus. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന നിങ്ങളുടെ കൈകൾ ഇപ്പോൾ ഈ സ്ക്രീനിന് നേരെ ഇപ്പോൾ നീട്ടുവാൻ തുടങ്ങിയാലും. Father Lord, heal everyone right now. പിതാവേ, ഇപ്പോൾ എല്ലാവരെയും അങ്ങ് സൗഖ്യമാക്കണമേ. There is a person, you have diarrhea always, whatever you eat, you have diarrhea and the Lord is healing you. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങൾ എന്ത് കഴിച്ചാലും ഡയറിയ പോലെ വയറ്റിൽ നിന്നത് പോകുന്നത് പോലുള്ള ആ പ്രശ്നങ്ങൾ കർത്താവ് ഇപ്പോൾ അത് സൗഖ്യമാക്കിയാണ്. And eczema, the Lord is healing. അതുപോലെ തന്നെ ത്വക്കിന് മുകളിലുള്ള എക്സിമ പോലുള്ള അസുഖങ്ങൾ കർത്താവ് ഇത് സൗഖ്യമാക്കുന്നു. Psoriasis, the Lord is healing. സൊറായസിസ് ഇപ്പോൾ സൗഖ്യമാവുകയാണ്. Receive your healing. ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തെ Including your financial problems, the Lord Jesus is undertaking. ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പോലും കർത്താവ് ഇതാ ഏറ്റെടുക്കുകയാണ്. Thank you, Lord Jesus, for touching your people. കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് തൊട്ടതിനായി നന്ദി പറയുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകമായി നന്ദി. You can call up the prayer line. നിങ്ങൾക്ക് പ്രേയർ ലൈനിൽ വിളിക്കാൻ സാധിക്കും. Prayer ministers will be more than happy to pray with you. പ്രേയർ മിനിസ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വളരെ സന്തോഷവാന്മാരാണ്. And you can sponsor some of the episodes. എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. You can get Blessing Today books from Amazon. ആമസോണിൽ നിന്ന് ബ്ലെസ്സിംഗ് ടുഡേ ബുക്സുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. And forward the link of this episode to others. അതുപോലെ ഈ എപ്പിസോഡിന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ദയവായി അയച്ചു കൊടുത്താൽ. Remember tonight, this evening we have healing crusade. ഇന്ന് വൈകുന്നേരം നമുക്ക് ഹീലിംഗ് ക്രൂസേഡ് ഉണ്ട്. Remember to attend that. അത് മറക്കാതെ പങ്കെടുക്കുക. God bless you. ദൈവം See you അനുഗ്രഹിക്കട്ടെ. tomorrow. Bye bye. നാളെ വീണ്ടും കാണാം. ബൈ ബൈ. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൻ. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൻ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.